നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി വ്യാപകമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിന് കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിൽ നടന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ശക്തമാക്കും. പ്രതിപക്ഷ നേതാവ് ആദ്യം ഉപദേശിക്കേണ്ടത് KSU നേതാക്കളെയെന്നും PS സഞ്ജീവ്. എലപ്പുഴയിൽ മദ്യനിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി CPM-നും കോൺഗ്രസിനും പണം നൽകിയെന്ന് BJP. CPM ജില്ലാ കമ്മിറ്റിക്ക് 2 കോടിയും കോൺഗ്രസിന് 1 കോടിയുമാണ് ലഭിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളി. പാലക്കാട് MLA ബ്രൂവറി വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കാത്തത് ദുരൂഹമെന്നും C കൃഷ്ണകുമാർ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് KSKTU. താലൂക്ക് ഓഫീസുകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച്. അന്യായമായ തരം മാറ്റലുകൾ റദ്ദു ചെയ്യണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും ആവശ്യം. എലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് പാലക്കാട്ട് നടന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിൽ ആഹ്വാനം. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് രൂക്ഷ വിമർശനം. യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. സൂപ്രണ്ട് ആശുപത്രിയെ നശിപ്പിക്കുകയാണെന്ന സമിതി അംഗങ്ങൾ. ഡോക്ടർമാർ തുടർച്ചയായി അവധിയെടുക്കുന്നത് താലൂക്ക് ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സൂപ്രണ്ട്. മണ്ണൂരിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഹൈടെക് ക്യാമറകൾ മിഴി തുറക്കുന്നു. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് നടപടി തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി കൂടുകയാണ്. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിന് കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. കുട്ടികൾക്കിടയിലും അടിച്ചു തീർക്കുക എന്ന ശൈലി വർദ്ധിക്കുകയാണ്. ലഹരി ഉപയോഗവും വയലൻസിന് കാരണമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിന് കാരണമെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം അടിച്ചു ഉൾപ്പെടാത്തതുമായ വയലൻസിന് അടിസ്ഥാനപരമായ എന്തുകൊണ്ടാണ് വയലൻസ് ലഹരിയുടെ ഉപയോഗം നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നത്. കേരളം സമൂഹം എന്ന നിലയിൽ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ സമഗ്രമായിട്ട് കാണുന്നത് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾ, രാഷ്ട്രീയമായ ഹിംസ തീർത്തും ഇല്ലാതായി. പ്രതിപക്ഷം രാഷ്ട്രീയ താൽപര്യം നോക്കാതെ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം ചേർന്ന് ലഹരി വ്യാപനത്തെ ചെറുക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിലേതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിലും കോളേജുകളിലും ലഹരിക്കെതിരെ SFI ക്യാമ്പയിനുകൾ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് KSU നേതാക്കളെ ഉപദേശിച്ചാൽ മതിയെന്നും PS സഞ്ജീവ് തൃശൂരിൽ പറഞ്ഞു. താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം പ്രതികളായ കുട്ടികൾക്കുണ്ടെന്ന് PS സഞ്ജീവ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥി മരണപ്പെടുമെന്ന അവസ്ഥയുണ്ടായപ്പോൾ തങ്ങൾ പിടിക്കപ്പെടില്ല എന്നും, ഇത് അത്രത്തോളം അവരാണല്ലോ തുടങ്ങിയിട്ടത്, ആ നിലയിൽ ഒരു ഘട്ടത്തിൽ പോലും അതിൽ കുറ്റബോധം പോയിട്ട് അതിനെക്കുറിച്ചൊരു പുനർചിന്തനം പോലും ഇല്ലാത്ത ഒരു തലമുറ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നു. വിദ്യാർത്ഥി സംഘടനാ നിരോധനം ഇത്തരം സംഭവങ്ങൾ പെരുകാൻ കാരണമാകുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ഈ നിലയിൽ കലാലയങ്ങൾക്കും സ്കൂളുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിലുണ്ടായ വയലൻസിനു പിന്നിൽ സിനിമകൾക്കും സാമൂഹ്യ അന്തരീക്ഷത്തിനും പങ്കുണ്ട്. തിങ്കളാഴ്ച മുതൽ സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും PS സഞ്ജീവ് അറിയിച്ചു. കനകേലുവിന്റെ പ്രോഗ്രസ് കാർഡിൽ ഇടം കിട്ടാനാണ്
VD സതീശന്റെ ആരോപണങ്ങൾ. പ്രതിപക്ഷ നേതാവ് KSU നേതാക്കളെ ഉപദേശിക്കുകയാണ് ആദ്യം വേണ്ടത്. അവരുടെ സംസ്ഥാന ക്യാമ്പിൽ നടന്നതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ഇടമേതാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറിയുണ്ടോ, പണം നൽകാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചതാര്, ഇതൊക്കെ പറയണല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റിന്റെ നിലവാരം പോലും കാണിക്കുന്നില്ല. എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു ഡാറ്റാ ബേസിസും ഇല്ലാതെ ഇത് ഞങ്ങൾ ഉറപ്പിച്ചു. ഇന്നലെ MMSN SFIക്കെതിരെയുള്ള ആക്രമണം തുറന്നുവിട്ടു. ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു. നാളെ ആരൊക്കെ നടത്തും എന്നുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സുനിൽ കനകോലു മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് VD സതീശൻ ഇതൊക്കെ ആക്രമിച്ച് SFI ആക്രമിച്ച് പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. VD സതീശന്റെ വായിൽ നിന്ന് ഇതൊക്കെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും PS സഞ്ജീവ് പറഞ്ഞു. ഇത്രയും വലിയ വിഷയത്തെ സരസമായി കാണുകയാണ് അദ്ദേഹം. SFI നേതാക്കൾ ലഹരി ഉപയോഗിക്കാൻ പണം വാങ്ങുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി കണ്ണിചേർന്ന് പ്രവർത്തിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വ്യക്തമാക്കി. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിജിലൻസ് സ്ക്വാഡ് രൂപീകരിക്കും. മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും, എല്ലാ വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളെയും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കണ്ണി ചേർക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകളെയും കൂട്ടായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ ആ നിലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് കരുതുന്നത്. താല്പര്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യക്കുറവിന് കാരണവും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനി CPM-നും കോൺഗ്രസിനും പണം നൽകിയെന്ന് BJP. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് 2 കോടി രൂപയും കോൺഗ്രസിന് 1 കോടി രൂപയുമാണ് നൽകിയതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ആരോപിച്ചു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. അക്കൗണ്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന കോടികൾ സംഭാവന കൈക്കൂലി പണമാണ്. ആരിൽ നിന്ന് എന്തിന് സ്വീകരിച്ചു എന്ന് പാർട്ടി വ്യക്തമാക്കണം. ഒയാസിസ് കമ്പനിയിൽ നിന്നല്ലേ ഈ സംഭാവന കൈക്കൂലി ലഭിച്ചത് എന്നും അദ്ദേഹം ചോദിച്ചു. 2 പാർട്ടികളെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ നേതൃത്വങ്ങൾ വലിയ തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ ഒയാസിസ് കമ്പനിയിൽ നിന്നും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2 കമ്പനിയുടെയും പ്രധാന ജില്ലാ നേതൃത്വത്തിനാണ് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2 പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ഞാൻ പറയുന്ന ഈ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. നിങ്ങളുടെ 2 അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ജില്ലയിലെ കോൺഗ്രസ് നേതാവിന് 25 ലക്ഷം രൂപ വ്യക്തിപരമായും കൈക്കൂലി ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമരങ്ങളിൽ പങ്കെടുക്കാത്തതിൽ ദുരൂഹതയുണ്ട്. പുതുശ്ശേരിയിലെ CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് കൈക്കൂലിയായി കമ്പനി നൽകിയത് ഒരു ക്രിസ്റ്റ കാറാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ള പാർട്ടിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറി, പുതുശ്ശേരി ഏരിയ സെക്രട്ടറിക്ക് വാങ്ങിയ കാറിനെ സംബന്ധിച്ച് ഒയാസിസ് കമ്പനിയുടെ സംഭാവനയായിട്ടാണ് ആ കാറ് അറിയപ്പെടുന്നത്. അത് ആ പ്രദേശത്തെ, എലപ്പുള്ളി പ്രദേശത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇനോവ കാറുമായിട്ട് യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വലിയ ചർച്ചയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ അവശേഷിക്കുന്ന കൃഷിഭൂമി സംരക്ഷിക്കാൻ ധീരമായ നടപടി വേണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് താലൂക്ക് ഓഫീസിലേക്ക് KSKTU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു V. ചെന്താമരാക്ഷൻ. ഭക്ഷ്യസുരക്ഷ അട്ടിമറിക്കുകയും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ചെയ്യുന്ന ഭൂനികത്തലിനെതിരെ കർശന നടപടി വേണമെന്നും V. ചെന്താമരാക്ഷൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം എന്ന നിലയിൽ
വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കണം, കർശനമായി നടപ്പിലാക്കണം. പട്ടയം അനുവദിക്കേണ്ട, ലഭ്യമാവേണ്ട മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടില് 8 ലക്ഷം വരെ ഹെക്ടർ കൃഷിഭൂമി ചെയ്തിരുന്നു. 8 ലക്ഷം ഹെക്ടർ. ഇപ്പൊ അത് കൃഷ്ണകുട്ടിയേട്ടൻ പറഞ്ഞ പോലെ 2 ലക്ഷമായി. അതിപ്പോ 1.80 എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാവില്ല. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക, അന്യായമായ തരം മാറ്റലുകൾ റദ്ദ് ചെയ്യുക, അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. KSKTU പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ഉണ്ണീൻ, MT ജയപ്രകാശ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ശൈലജ, പാലക്കാട് ഏരിയ സെക്രട്ടറി CM അബ്ദുൾ റഹ്മാൻ, മുണ്ടൂർ ഏരിയ സെക്രട്ടറി K കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും KSKTU ആവശ്യമുന്നയിച്ച് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. KSKTU പട്ടാമ്പി തൃത്താല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മമ്മിക്കുട്ടി MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിണാമത്തിന്റെ ഭാഗമായി സംഭവിച്ചതെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് ഈ മലയാളികൾക്ക് ഈ നേട്ടം കൈവരിക്കാനായിരുന്നു. ഭൂമിയില്ലാത്ത ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേരളം. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പിടി മണ്ണ് സ്വന്തമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെ തുടർന്ന് 57 സഖാവ് EMSന്റെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരവോടുകൂടി പിന്നീട് ഇടക്കിടക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാക്കള് നായനാരുടെയും അതുപോലെ തന്നെ VSന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ സഖാവ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ തൃത്താല ഏരിയ സെക്രട്ടറി TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പട്ടാമ്പി ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, തൃത്താല ഏരിയ പ്രസിഡന്റ് KP ശ്രീനിവാസൻ, പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് PT അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ഒറ്റപ്പാലം താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത്. സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. ആ നെൽവേലികളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണ നിയമത്തിന്റെ അഭിപ്രായങ്ങളെ മറികടക്കാനുള്ള ഗൂഢമായി നീക്കം നടത്തി ചില മാഫിയകൾ, ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുന്നു. അന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചു ഇത് അനുവദിക്കില്ല. അങ്ങനെ 2008 മുമ്പ് നികത്തിയെടുക്കാത്ത 2008 ശേഷം പലതും നികത്തിയെടുത്ത് അതിനു മുമ്പ് നികത്തിയതാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഉജ്ജ്വലമായ പ്രക്ഷോഭം നടത്തി. P അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. S അജയകുമാർ, M സുരേന്ദ്രൻ, C വിജയൻ, C ഗിരിജ, E വിനോദ് കുമാർ, ജയലക്ഷ്മി, V പ്രജീഷ് കുമാർ, P ബാലകൃഷ്ണൻ, M സുബ്രഹ്മണ്യൻ, K രാധാകൃഷ്ണൻ, MM വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗം പാലക്കാട്ട് നടന്നു. എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാനും നിർമ്മാണ പ്രവൃത്തികൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും യോഗം തീരുമാനിച്ചു. നെല്ല് സംഭരണത്തിനും താങ്ങുവില വർദ്ധിപ്പിക്കാനും തയ്യാറാവാതെ സർക്കാർ എലപ്പുള്ളി ബ്രൂവറിക്ക് ഊന്നൽ നൽകുന്നതിന് പിന്നിൽ അഴിമതിയാണെന്ന്
കർഷക കോൺഗ്രസ് യോഗം ചൂണ്ടിക്കാട്ടി. 50 ടൺ നെൽവിത്ത് സംഭരിക്കാൻ കഴിയും വിധത്തിൽ എരുത്തേമ്പതി നെൽവിത്ത് സംഭരണ കേന്ദ്രത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കണമെന്നും കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാർഷിക പ്രതിസന്ധിയും ജലപ്രതിസന്ധിയും ഉൾപ്പെടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിക്കുകയാണ്. സമര പാരമ്പര്യം പറയുന്ന ഇടതു സർക്കാരും CPM-ഉം ഇന്ന് സമരങ്ങളെ പുച്ഛിക്കുന്നു. ജനഹിതത്തെ അടിച്ചമർത്തി ഏകാധിപതികൾക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന ചരിത്രം സർക്കാരും CPM-ഉം വിസ്മരിക്കരുത്. എലപ്പുള്ളി ബ്രൂവറി ആരംഭിച്ചാൽ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ തടയുമെന്നും കർഷക കോൺഗ്രസ് യോഗം വ്യക്തമാക്കി. നിയമപ്രകാരം ആ രേഖകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജില്ലകളിലെ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കുമ്പോൾ ഇതിങ്ങനെ പലരും വിളിക്കുന്നുണ്ട്, ഇവരൊക്കെ ആരാണ്, ഇതിൽ ഓർഗനൈസ് സംവിധാനം വാട്സപ്പിൽ മുഖം കാണണമെന്നൊന്നും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല. ഇതൊന്നും നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും വരാനുള്ള സാധനങ്ങളല്ല. ഈ പൂർണ്ണമായ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പാലക്കാട്ട് നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. B. ഇക്ബാൽ, G. ശിവരാജൻ, EM ബാബു, TC ഗീവർഗീസ്, കള്ളിക്കാട് രാമചന്ദ്രൻ, ജോർജ് ജേക്കബ്, ബിജു കണ്ണന്തറ, മൂഞ്ചനാട്ട് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. യോഗത്തിലേക്ക് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി. ഡോക്ടർമാർ നിരന്തരം ലീവ് എടുക്കുന്നതാണ് പ്രശ്നമെന്ന് സൂപ്രണ്ട് യോഗത്തിൽ വിശദീകരിച്ചു. ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി സൂപ്രണ്ട് ആശുപത്രിയെ നശിപ്പിക്കുകയാണെന്ന് വികസന സമിതി അംഗങ്ങൾ യോഗത്തിൽ കുറ്റപ്പെടുത്തി. ഇതേ തുടർന്നാണ് യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ യോഗ ഹാളിലേക്ക് വിളിച്ചു വരുത്തിയത്. ചില ഡോക്ടർമാർ നിരന്തരം അവധിയെടുക്കുകയാണെന്നായിരുന്നു സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. രോഗികളാണ് ഇതുമൂലം വലയുന്നതെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയെപ്പോലും അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സൂപ്രണ്ട് ആശുപത്രിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കാനുള്ള കൂടിക്കാഴ്ച ചെയർപേഴ്സണെ പോലും അറിയിക്കാതെയാണ് തീരുമാനിച്ചത്. മറ്റൊരു ഔദ്യോഗിക പരിപാടിയുള്ളതിനാൽ കൂടിക്കാഴ്ച മാറ്റിവെക്കാൻ ചെയർപേഴ്സൺ ആവശ്യപ്പെടുകയായിരുന്നു. സൂപ്രണ്ടിന്റെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗത്തെ അറിയിച്ചു. സൂപ്രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പിരിച്ചുവിട്ട ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ ഉടൻ തിരിച്ചെടുക്കാൻ HMC യോഗത്തിൽ തീരുമാനമെടുത്തതാണ്. ഈ തീരുമാനം പോലും നടപ്പാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് സൂപ്രണ്ട് ചെയ്യുന്നതെന്നും HMC തീരുമാനം നടപ്പിലാക്കണമെന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൂടിയായ വികസന സമിതി അംഗം S. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. 110ഓളം കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ ഇപ്പോൾ 30 മുതൽ 50 പേർ മാത്രമാണ് ചികിത്സ തേടുന്നത്. സൂപ്രണ്ടിനെ പിന്തുണച്ചെത്തിയ ലീഗ് അംഗത്തിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. അടുത്ത വികസന സമിതി യോഗത്തിനുള്ളിൽ HMC തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും ആശുപത്രിയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനായി നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവിയെ ചുമതലപ്പെടുത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷയായിരുന്നു. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, തഹസിൽദാർ CM അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പഞ്ചായത്തിൽ മലിനീകരണത്തിനെതിരെ ജാഗ്രതാ നടപടികളുമായി അധികൃതർ. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നടപടിയായി. 10 ലക്ഷം രൂപ ചെലവിലാണ് മണ്ണൂർ പഞ്ചായത്ത് ആധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിലാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഓട്ടോമാറ്റിക് സിസ്റ്റം ക്യാമറ സ്ഥാപിക്കാൻ നടപടിയായത്. നഗരിപ്പുറം കനാൽ റോഡിൽ 8 ക്യാമറകൾ സ്ഥാപിക്കും. വാഹനത്തിന്റെ നമ്പർ അടക്കം പതിയുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ക്യാമറ ഘടിപ്പിക്കുന്നതിനുള്ള കാലുകൾ സ്ഥാപിക്കുന്ന നടപടി തുടങ്ങി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിലാണ് ക്യാമറ സ്ഥാപിക്കുന്നത്. കനാൽ റോഡിലെ മലിനീകരണത്തെക്കുറിച്ച് STV നിരന്തരം വാർത്ത നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് മലിനീകരണത്തിനെതിരെ പഞ്ചായത്ത് നടപടി ആരംഭിച്ചത്. 2 ആഴ്ചയ്ക്കകം ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകും. മണ്ണൂർ പഞ്ചായത്തിൽ മോണിറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. മാലിന്യം തള്ളുന്നവരെ മണ്ണൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച മോണിറ്ററുകളിൽ കാണാനാകും. പിടിക്കപ്പെട്ടാൽ 10,000 രൂപ മുതൽ 1/4 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. 15 വർഷത്തോളമായി കനാലിലും റോഡിലും രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാണ്.
ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് CCTV സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം, അതായത് പത്തിരിപ്പാല ബൈപ്പാസ് റോഡിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും നമ്മുടെ പഞ്ചായത്തിലെ തന്നെ 14-ാം വാർഡിലെ കാഞ്ഞിരപ്പാറ കേക്കേക്കര റോഡിൽ 2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. പത്തിരിപ്പാല ബൈപ്പാസ് റോഡിൽ 8 ക്യാമറയും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് തിരിക്കുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാ വർഷവും മാലിന്യം ഗ്രാമപഞ്ചായത്ത് തന്നെ പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം നീക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുകയാണ്. എന്തായാലും ഈ CCTV സ്ഥാപിക്കുന്നതോടുകൂടി തന്നെ മാലിന്യം വലിച്ചെറിയുന്ന പ്രവർത്തനത്തിന് ഒരു പരിധിവരെയുള്ള പരിഹാരമാകും. ദുർഗന്ധം മൂലം ജനജീവിതം ദുസ്സഹമാണിവിടെ. ക്യാമറ സ്ഥാപിക്കുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ കിഴക്കേക്കര റോഡിൽ 4 ക്യാമറകൾ സ്ഥാപിക്കാനും നടപടിയായിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം AA ഷിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് കോസ്മോ ബുള്ളറ്റിൻ ക്ലബിൽ പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ ചിത്രപ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചനാ മത്സരം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിന്റെ പ്രകൃതി, ജീവിതം, സംസ്കാരം എല്ലാം ഈ ചിത്രങ്ങളിൽ കാണാനാകുമെന്ന് MB രാജേഷ് പറഞ്ഞു. പാലക്കാടിന്റെ പരിച്ഛേദം തന്നെയാണ് ചിത്രപ്രദർശനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കടന്നു പോകുമ്പോൾ നമുക്കൊട്ടും അപരിചിതത്വം തോന്നില്ല. നമ്മുടെ പരിചിതമായ ദൃശ്യങ്ങളാണ് ഇതിലെല്ലാം കാണാൻ കഴിയുന്നത്. പാലക്കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളുണ്ട്, വിളഞ്ഞ പാടങ്ങളുടെ ചിത്രങ്ങളുണ്ട്, വരമ്പുകൾ നമുക്ക് കാണാം. വേലി പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് കാണാം. പരിചിതമായ മുഖങ്ങൾ, നമുക്ക് പരിചിതമെന്ന് നമുക്ക് തോന്നുന്ന മുഖങ്ങൾ കാണാം. ജയൻ ശിവപുരം, അർജുൻ മാറുളി എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. വരാ വർത്തമാനം സംഗീതം എന്ന പരിപാടി തിങ്കളാഴ്ച സമാപിക്കും. കഞ്ചിക്കോട് SPS ഇവന്റ്സിന്റെ നേതൃത്വത്തിൽ ആർക്കും പാടാമെന്ന കരോക്കെ ഗാനപരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി M ശ്രീനേഷ്, ചിത്രകാരൻ ജഗേഷ് എടക്കാട്, ജിജീഷ് കൂട്ടാലിട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ ഭാഗ്യ പരീക്ഷണത്തിനും അവസരമൊരുക്കി പഞ്ചായത്ത് അംഗങ്ങൾ. നികുതി പിരിവ് കാര്യക്ഷമമാക്കാനാണ് 11, 13 വാർഡുകളിൽ വേറിട്ട രീതി സ്വീകരിച്ചത്. നികുതി അടയ്ക്കുന്നവരിൽ ഒരു ഭാഗ്യശാലിക്ക് വെള്ളി നാണയം സമ്മാനമായി ലഭിക്കും. നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആശയവുമായി പഞ്ചായത്തിലെ 11, 13 വാർഡുകളിലെ മെമ്പർമാർ രംഗത്ത് വന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം, നസീറ, സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10:30 മുതൽ നികുതി പിരിവിന് തുടക്കം കുറിച്ചു. നിരവധി പേർ നികുതി അടയ്ക്കാനായി എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ തലശ്ശേരി സെൻട്രലിൽ നടന്ന നികുതി കളക്ഷൻ ക്യാമ്പിൽ കെട്ടിട നികുതി അടച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു ഭാഗ്യശാലിക്കാണ് വെള്ളി നാണയം സമ്മാനമായി ലഭിക്കുക. നാട്ടിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തതയാണ് നികുതി കാര്യക്ഷമമായി പിരിച്ചെടുക്കാൻ ഇവർ സ്വീകരിച്ചത്. നികുതി കുടിശ്ശികയുണ്ടായാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനാണ് വ്യത്യസ്തമായ ഈ ആശയം പങ്കുവച്ചതെന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിം പറഞ്ഞു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി 11, 13 വാർഡുകളിലെ നികുതി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വ്യത്യസ്ത ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഈ നികുതി കളക്ഷൻ ക്യാമ്പിൽ നികുതി അടക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യവാന് വെള്ളി നാണയം സമ്മാനമായി നൽകുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആശയം നമ്മൾ പങ്കുവെക്കുന്നത്? ഒന്ന്, ഈ നികുതി അടക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വാർഡിലെ ഊർജിത നികുതി പിരിവ് 100% പൂർത്തിയാക്കുന്നതിനും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ആശയവുമായി ഇന്ന് തലശ്ശേരിയിൽ ഇത്തരത്തിലൊരു നികുതി കളക്ഷൻ ക്യാമ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി വ്യാപകമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിന് കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിൽ നടന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ശക്തമാക്കും. പ്രതിപക്ഷ നേതാവ് ആദ്യം ഉപദേശിക്കേണ്ടത് KSU നേതാക്കളെയെന്നും PS സഞ്ജീവ്. എലപ്പുഴയിൽ മദ്യനിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി CPM-നും കോൺഗ്രസിനും പണം നൽകിയെന്ന് BJP. CPM ജില്ലാ കമ്മിറ്റിക്ക് 2 കോടിയും കോൺഗ്രസിന് 1 കോടിയുമാണ് ലഭിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളി. പാലക്കാട് MLA ബ്രൂവറി വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കാത്തത് ദുരൂഹമെന്നും C കൃഷ്ണകുമാർ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് KSKTU. താലൂക്ക് ഓഫീസുകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച്. അന്യായമായ തരം മാറ്റലുകൾ റദ്ദു ചെയ്യണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും ആവശ്യം. എലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് പാലക്കാട്ട് നടന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിൽ ആഹ്വാനം. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് രൂക്ഷ വിമർശനം. യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. സൂപ്രണ്ട് ആശുപത്രിയെ നശിപ്പിക്കുകയാണെന്ന സമിതി അംഗങ്ങൾ. ഡോക്ടർമാർ തുടർച്ചയായി അവധിയെടുക്കുന്നത് താലൂക്ക് ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സൂപ്രണ്ട്. മണ്ണൂരിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഹൈടെക് ക്യാമറകൾ മിഴി തുറക്കുന്നു. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് നടപടി തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.